22ാം ആസിയാൻ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി 21ാം നൂറ്റാണ്ട് ഭാരതത്തിൻ്റെയും ആസിയാൻ രാജ്യങ്ങളുടേതുമാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സമുദ്ര സുരക്ഷയിലും പ്രകൃതി ദുരന്തത്തിലും ഉൾപ്പെടെ ആസിയാൻ സുഹൃത്ത് രാജ്യങ്ങൾക്കൊപ്പം ഭാരതം എന്നും നിലകൊണ്ടിട്ടുണ്ട്. ഉൾച്ചേർക്കലുകളും സുസ്ഥിരതയുമാണ് ഇക്കൊല്ലത്തെ ആസിയാൻ ഉച്ചകോടിയുടെ ആപ്തവാക്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നു. ഐസൺ, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, തീർച്ചയായും ആസിയാൻ ഉച്ചകോടിയുടെ ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിന് നേരത്തെ നമ്മൾ അറിയിച്ചതുപോലെ തന്നെ ആസിയാൻ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുന്നത് ഓൺലൈനായിട്ടായിരുന്നു പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തത്. ഓൺലൈൻ അഭിസംബോധനയുടെ ഭാഗമായി നടന്ന ആ പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി കൃത്യമായ നിലപാടുകൾ അറിയിച്ചത്. ഉൾച്ചേർക്കലിൻ്റെയും സുസ്ഥിരതയുടെയും ഒരു വർഷമായാണ് ഈ ആസിയാൻ വർഷത്തെ അല്ലെങ്കിൽ ആസിയാൻ സമ്മേളന വർഷത്തെ ഇപ്പോൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉൾച്ചേർക്കലിൻ്റെയും അതുപോലെ തന്നെ സുസ്ഥിരതയുടെയും ഭാഗമായ കർശന നീക്കങ്ങൾ നടത്തുക തന്നെയാണ് ഭാരതത്തിൻ്റെ നിലപാട്. അതായത് ഭാരതത്തിന് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാവുകയാണെങ്കിൽ അത് ആസിയാൻ ഉൾപ്പെടെയുള്ള ഗ്ലോബൽ സൗത്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും ഉള്ളൊരു നേട്ടമായി മാറും. അവരെ കൂടി ഉൾച്ചേർത്തുകൊണ്ട് അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു നീക്കമായിരിക്കും ഭാരതം നടത്തുക. അതുപോലെ തന്നെ സുസ്ഥിര വികസനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും എല്ലാ നീക്കങ്ങളും ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നും വളരെ കൃത്യമായി തന്നെ പ്രധാനമന്ത്രി അഭിസംബോധനയിൽ പറയുകയും ചെയ്തു. മാത്രമല്ല മാരിടൈം രംഗത്തും അതുപോലുള്ള വിവിധ രംഗങ്ങളിൽ കാര്യമായ ഇടപെടൽ നടത്തുന്നതിനുള്ള നീക്കങ്ങൾ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. മാത്രമല്ല, നമുക്കറിയാവുന്നതാണ്, ഏതെങ്കിലും ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രകൃതി ദുരന്തമോ അല്ലാത്ത രീതിയിലോ ഒക്കെയുള്ള വെല്ലുവിളികൾ ആസിയാൻ രാജ്യങ്ങൾ നേരിടുകയാണെങ്കിൽ ആസിയാൻ രാജ്യങ്ങളോടൊപ്പം നിൽക്കും ഭാരതമെന്ന് കൃത്യമായ ഒരു സന്ദേശവും ആസിയാന് നൽകുകയും ചെയ്തു. 2026 അതായത് ഈ 2026 വർഷം ആസിയാൻ മാരിടൈം വർഷമായി ആചരിക്കുമെന്നും അദ്ദേഹം വളരെ കൃത്യമായി തന്നെ അറിയിക്കുകയും ചെയ്തു. ആസിയാൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ശാക്തീകരിക്കുകയും ആസിയാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വികസനത്തിന് നിലപാടെടുക്കുകയും ചെയ്യും എന്നാണ് പ്രധാനമന്ത്രി ഈ അഭിസംബോധനയിൽ മുഴുവനും പറഞ്ഞത്. മറ്റൊരു പ്രധാന വിഷയം അദ്ദേഹം എടുത്തു പറഞ്ഞത് ഈ ആസിയാൻ രാജ്യങ്ങളുമായുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് ധാരണയിൽ തുടരുന്ന രാജ്യം എന്ന നിലയിൽ ഭാരതത്തിൻ്റെ ബന്ധം കേവലം വാണിജ്യമോ അനുബന്ധ പ്രവർത്തനങ്ങളോ മാത്രമല്ല, രണ്ട് സംസ്കാരങ്ങളുടെ വിനിമയവും മാനുഷിക ബന്ധങ്ങളും ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യം കൂടിയാണ് ആസിയാൻ രാജ്യങ്ങളുമായി ഭാരതം മുന്നോട്ട് വയ്ക്കുന്നത് എന്നും അദ്ദേഹം വളരെ കൃത്യമായി അറിയിക്കുകയും ചെയ്തു. വിനോദ്, തീർച്ചയായും ആസിയാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം ഏറെ ശ്രദ്ധ ചെലുത്തുന്നതാണ്. പ്രത്യേകിച്ചും ആസിയാൻ രാജ്യങ്ങളുടെ ഐക്യത്തെപ്പറ്റിയും അദ്ദേഹം എടുത്തു പറഞ്ഞു. 21ാം നൂറ്റാണ്ട് ഭാരതത്തിൻ്റെയും ആസിയാൻ രാജ്യങ്ങളുടേതുമാണ് എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.